ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് UPSC എക്സാമിന് NCERT വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാമല്ലേ. അപ്പോൾ ഏതൊക്കെ NCERTs ആണ്, ഏത് ക്ലാസ് തൊട്ടുള്ളതാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നമ്മൾ UPSC CSCയുടെ കംപ്ലീറ്റ് നോട്ട്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ CSATന്റെയും അതുപോലെ പൊളിറ്റിയുടെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക. വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റിലാണ് നോട്ട്സ് വരുന്നത്. ഓക്കെ, ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതിയാവും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റുകളാണ് നമ്മൾ NCERT ടെക്സ്റ്റുകളാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഏതൊക്കെയാണ് ടെക്സ്റ്റ് എന്ന് നോക്കാം. ഓക്കെ, ക്ലാസ് 6 to 8, 6ാം ക്ലാസ് തൊട്ട് 8ാം ക്ലാസ് വരെ ഉള്ളത് അവർ പാസ്റ്റ് 1, 2 and 3. ഓക്കെ, ഇതെന്താണ് കവർ ചെയ്യുന്നത്? കവേഴ്സ് ആൻഷ്യന്റ് ആൻഡ് മെഡീവൽ ഇന്ത്യ. ഓക്കെ, ആൻഷ്യന്റ് ആൻഡ് മെഡീവൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏത് NCERT ആണ് പഠിക്കേണ്ടത്? 6ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെ അവർ പാസ് 1, 2 and 3 എന്ന് പറയുന്ന ഈ 3 ടെക്സ്റ്റുകളാണ് പഠിക്കേണ്ടത്. ഇനി NCERT ക്ലാസ് 9 and 10 ഇന്ത്യ ആൻഡ് കണ്ടംപററി വേൾഡ് 1 and 2. ഓക്കെ, അത് ഏതൊക്കെയാണ്? ക്ലാസ് 9ലെ ഇന്ത്യ ആൻഡ് കണ്ടംപററി വേൾഡ് 1, ക്ലാസ് 10ലെ ഇന്ത്യ ആൻഡ് ദ കണ്ടംപററി വേൾഡ് 2. ഓക്കെ, ഇത് മോഡേൺ ഇന്ത്യ ആണ് കവർ ചെയ്യുന്നത്. പിന്നെ NCERT ക്ലാസ് 11 തീംസ് ഇൻ വേൾഡ് ഹിസ്റ്ററി. ഓക്കെ, അത് നമ്മുടെ വേൾഡ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ആണ് ക്ലാസ് 11ലെ. NCERT ക്ലാസ് 12 തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി 1, 2 and 3, 3 പാർട്ടാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ടെക്സ്റ്റുകളാണ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റുകൾ ഏതൊക്കെയാണ്? അവർ പാസ്റ്റ് 1, 2 and 3, ഇന്ത്യ ആൻഡ് കണ്ടംപററി വേൾഡ് 1 and 2, തീംസ് ഇൻ വേൾഡ് ഹിസ്റ്ററി, തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി 1, 2 and 3. ഇത്രയും ടെക്സ്റ്റുകളാണ് നമ്മൾ ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. ഇനി ജോഗ്രഫിയുടെ കേസിൽ NCERT ക്ലാസ് 6 to 8 ദ എർത്ത് അവർ ഹാബിറ്ററ്റ്, ഇത് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ആണ്. അവർ എൻവയോൺമെന്റ് 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ആണ്. റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെന്റ്, ഇത് 8ാം ക്ലാസ്സിലെ ജോഗ്രഫിയുടെ ടെക്സ്റ്റ് ആണ്. ഇത്രയും ടെക്സ്റ്റുകൾ 6 തൊട്ട് 8ാം ക്ലാസ് വരെയുള്ളത് പഠിക്കുക. പിന്നെ NCERT ക്ലാസ് 9 to 10, 9ലെയും 10ലെയും അതേതാണ്? കണ്ടംപററി ഇന്ത്യ 1 and 2 എന്ന് പറഞ്ഞിട്ട് 2 വോള്യം. ഇതാണ് എന്ത് നമ്മള് NCERT പഠിക്കേണ്ടത്. ഇനി അടുത്തത് NCERT ക്ലാസ് 11 ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി, ഇന്ത്യ ഫിസിക്കൽ എൻവയോൺമെന്റ്. ഇത്രയും ഈ 2 ടെക്സ്റ്റുകളാണ് NCERT ക്ലാസ് 11ലെ നമ്മൾ പഠിക്കേണ്ടത്. ഇനി ക്ലാസ് 12ലേക്ക് വരുമ്പോൾ ജോഗ്രഫിയുടെ ആണ് ഈ പറയുന്ന NCERTs എല്ലാം. ഫണ്ടമെന്റൽസ് ഓഫ് ഹ്യൂമൻ ജോഗ്രഫി, ഇന്ത്യ പീപ്പിൾ ആൻഡ് എക്കണോമി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് വേണ്ടി ഈ 2 ടെക്സ്റ്റുകളാണ് NCERT ക്ലാസ് 12ന് വേണ്ടിയിട്ട് നമ്മൾ ജോഗ്രഫിയുടെ NCERTs പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ജോഗ്രഫിക്കും എന്താണ്? 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ ടെക്സ്റ്റുകളും പഠിക്കണം. ഏതൊക്കെയാണ്? ദ എർത്ത് അവർ ഹാബിറ്ററ്റ്, അവർ എൻവയോൺമെന്റ്, റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെന്റ്, കണ്ടംപററി ഇന്ത്യ 1 and 2, ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി, ഇന്ത്യ ഫിസിക്കൽ എൻവയോൺമെന്റ്, ഫണ്ടമെന്റൽസ് ഓഫ് ഹ്യൂമൻ ജോഗ്രഫി, ഇന്ത്യ പീപ്പിൾ ആൻഡ് എക്കണോമി. ഇത്രയും ടെക്സ്റ്റുകളാണ് നമ്മൾ ജോഗ്രഫിക്ക് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഹിസ്റ്ററിയുടെ NCERT എന്താണ്? 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഉള്ളത് പഠിക്കണം. ജോഗ്രഫിയുടെ NCERT 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഉള്ളത് പഠിക്കണം. ഇനി പൊളിറ്റിക്ക് വരുമ്പോൾ നമ്മൾ 6, 7, 8 ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഏതാണ് പഠിക്കേണ്ടത്? NCERT ക്ലാസ് 9 to 10. ഓക്കെ, 9ലെയും 10ലെയും പഠിക്കണം. അതേതാണ്? ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് 2 വോള്യമാണ്. ഓക്കെ, ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് 1 and 2, അതാണ് 9ലെയും 10ലെയും NCERTയുടെ പൊളിറ്റിയുടെ ടെക്സ്റ്റ് വരുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൊളിറ്റിക്ക് വേണ്ടിയിട്ടുള്ള NCERT എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് ആണ്. NCERT ക്ലാസ് 11ലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് ആണ് പൊളിറ്റിക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു NCERT എന്ന് പറയുന്നത്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും എന്താണ് ഇതിൽ കവർ ചെയ്യുന്നുണ്ട് ഈ ഒരു ടെക്സ്റ്റിൽ. പിന്നെന്ത് പഠിക്കുക? പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്ന 11ലെ തന്നെ ടെക്സ്റ്റ് ആണ്, അതും പഠിച്ചു വെക്കുക. കൂടാതെ പ്ലസ് 2ലേക്ക് വരുമ്പോൾ ഏതാണ്? പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ്, കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സ്, ഇത്രയും ടെക്സ്റ്റുകളാണ് പ്ലസ് 2ല് വരുന്നത്. പൊളിറ്റിക്ക് വേണ്ടിയിട്ട് എന്താണ്? നമ്മൾ 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. ഏതൊക്കെയാണ്? ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് 1 and 2, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക്, പൊളിറ്റിക്കൽ തിയറി, പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ്, കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സ്. ഇത്രയും ടെക്സ്റ്റുകളാണ് പൊളിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ NCERT പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ഇനി എക്കണോമിക്സിന് വേണ്ടിയിട്ട് നോക്കാം. എക്കണോമിക്സിന് വേണ്ടിയിട്ട് NCERT ക്ലാസ് 9 to 10 ആദ്യം പഠിക്കുക. 9ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ളത് പഠിച്ചാൽ മതി. ഓക്കെ, 9ലെ ടെക്സ്റ്റ് ഏതാണ്?
എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ആണ്. 10ലേക്ക് വരുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടെക്സ്റ്റ്. പിന്നെ ക്ലാസ് 11ൽ ഏതാണ് ടെക്സ്റ്റ്? ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടെക്സ്റ്റ് ഉണ്ട് NCERTയുടെ തന്നെ, അത് പഠിക്കണം. അതിനുശേഷം +2ലേക്ക് വരുമ്പോൾ ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ്, ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞ 2 ടെക്സ്റ്റുകൾ വരും. ഇത്രയും ടെക്സ്റ്റുകളാണ് നമ്മൾ എക്കണോമിക്സിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. ഏതൊക്കെയാണ്? +1 തൊട്ട് സോറി 9ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ആണ് എക്കണോമിക്സിന് വേണ്ടിയിട്ടും പഠിക്കേണ്ടത്. പൊളിറ്റിക്കും എക്കണോമിക്സിനും എന്താണ്? 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ആണ് പഠിക്കേണ്ടത്. ഇനി സോഷ്യോളജി. എന്തിനാണ് ഈ സോഷ്യോളജിയുടെ NCERT നമ്മൾ പഠിക്കുന്നത്? നമുക്ക് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് GS പേപ്പർ 1ൽ ഒരു പേപ്പർ ഉണ്ട്. സോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യോളജിയുടെ NCERT പഠിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് സോഷ്യോളജി NCERT ക്ലാസ് 11 പഠിക്കണം. അണ്ടർസ്റ്റാൻഡിംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടെക്സ്റ്റ് പഠിക്കണം. കൂടാതെ +2ലുള്ള ഇന്ത്യൻ സൊസൈറ്റി സോഷ്യൽ ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് വേറെ 2 ടെക്സ്റ്റുകളും കൂടെ വരുന്നുണ്ട്. അതും കൂടെയാണ് നമ്മൾ സോഷ്യോളജിക്ക് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. അപ്പം മൊത്തം നമുക്ക് ഇത്രയും NCERTs കവർ ചെയ്യാനായിട്ടുള്ളൂ. ഓക്കെ, ഒരു കോൺസെപ്റ്റുവൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ NCERT പഠിക്കുന്നത്. ഇനി ബേസിക്സ് ക്ലിയർ ആണെന്നുള്ളവർക്ക് എന്ത് ചെയ്യേണ്ട? NCERT സ്കിപ്പ് ചെയ്യാം. NCERT പഠിക്കേണ്ടത് മാൻഡേറ്ററി അല്ല. പക്ഷെ ബേസിക്സ് ക്ലിയർ അല്ല എന്നുള്ളവർക്ക് എന്താണ്? NCERT പഠിച്ചേ പറ്റുള്ളൂ. കാരണം എന്നാലും നമുക്കൊരു എന്താണ് ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നമുക്ക് ഇന്ത്യൻ പോളിറ്റിയുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല. അതിലെ ആർട്ടിക്കിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് ഒരു 2 വാക്കിൽ മനസ്സിലാക്കണമെങ്കിൽ എന്ത് പഠിക്കണം? നമ്മൾ NCERT പഠിക്കണം. ഓക്കെ, ഒരു കോൺസെപ്റ്റുവൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? NCERTs പഠിക്കുന്നത്. ഹിസ്റ്ററിയുടെ ഏതൊക്കെയാണ് പഠിക്കുന്നത്? ക്ലാസ് 6ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ആണ് ഹിസ്റ്ററിയുടെ NCERT ആണ് നമ്മൾ പഠിക്കേണ്ടത്. ജോഗ്രഫിക്ക് വേണ്ടിയിട്ട് 6ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള NCERTs ആണ് നമ്മൾ പഠിക്കേണ്ടത്. പൊളിറ്റിക്ക് വേണ്ടിയിട്ട് 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERTs ആണ് പഠിക്കേണ്ടത്. എക്കണോമിക്സിന് വേണ്ടിയിട്ടും 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERTs ആണ് പഠിക്കേണ്ടത്. കൂടാതെ ഇന്ത്യൻ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് സോഷ്യോളജിയുടെ +1 +2ലുള്ള NCERT ടെക്സ്റ്റുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും ടെക്സ്റ്റുകൾ മാത്രം എന്തിനു വേണ്ടിയിട്ടുള്ളൂ? നമുക്ക് NCERT ഒരു ബേസിക്, അതായത് ഒരു കോൺസെപ്റ്റുവൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് കവർ ചെയ്യാനായിട്ട് ഉള്ളൂ. ഓക്കെ, ഒരു 3 തവണയൊക്കെ റീഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്താണ്? അത്യാവശ്യം നമുക്ക് എല്ലാ NCERTസും നല്ല രീതിക്ക് മനസ്സിലാവും. 6ാം ക്ലാസ്സിലേക്ക് NCERT എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അതുപോലെ നോട്ട്സ് അവൈലബിൾ ആണ്. ക്ലാസ്സസും CSATന്റെയും പൊളിറ്റിയുടെ അവൈലബിൾ ആണ്. വേണമെന്നുള്ളവരെ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതിയാവും. താങ്ക്